എത്തിയിരിക്കുകയാണ്. എൻ്റെ ഗ്രാമത്തിൽ ഒരു 30 കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മളെ നാടിനുണ്ട്. ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിനുള്ളൊരു പ്രത്യേകത, ഞങ്ങൾ മലയോരത്തിൻ്റെ അടുത്താണ്. കടലിൻ്റെ കുറച്ചകലേ ഉള്ളൂ, ഒരു 20 കിലോമീറ്റർ കടലിലേക്ക് പോകണം അവിടുന്ന്. അപ്പം മലയോരത്തിൻ്റെയും മലമ്പ്രദേശത്തിൻ്റെയും കടലിൻ്റെയും ഇടയിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലകൾ, കുന്നുകൾ, പുഴകൾ, പാടങ്ങൾ, കാടുകൾ എല്ലാം നിറഞ്ഞ സ്ഥലമാണ്. മലകൾക്കൊരു പ്രത്യേകത ഉള്ളത്, ഒരു മലയും മൊട്ടക്കുന്നുകളല്ല, ധാരാളം പച്ചപ്പ് പിടിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഭൂപ്രദേശം ഇവിടെ ഏറ്റവും വലിയൊരു ടൗണുള്ളത്, അടുത്തുള്ള ടൗൺ നരിക്കുനി എന്ന് പറയുന്നതാണ്. നരിക്കുനിക്കൊരു പ്രത്യേകത ഉള്ളത്, ധാരാളം ബസ്സുകളും മറ്റും വന്നു പോകുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് ശരിക്ക് വെള്ളമൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പാടങ്ങളാണ് ഏറ്റവും കൂടുതൽ, തോടുകളും പാടങ്ങളും. പാടങ്ങളിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പതിവ് മുമ്പുണ്ടായിരുന്നു. മുണ്ടുപാലം എന്ന് പറയുന്ന സ്ഥലമൊക്കെ ആകെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്ഥലങ്ങളായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ അതെല്ലാം കെട്ടി ശരിയാക്കിയത് കൊണ്ട് മഴക്കാലത്ത് വെള്ളത്തിൻ്റെ വലിയൊരു വിഷമം വരാത്ത രീതിയിൽ. പിന്നെ ചതുപ്പ് നിലം, പാടത്ത് മാത്രമാണ് മണ്ണിൽ നല്ല ബലഭൂയിഷ്ഠമായ മണ്ണാണ്. പാറകൾ ധാരാളമുണ്ട്. പാറപ്പൂഴികൾ ഉള്ളത് കൊണ്ട് തെങ്ങ് വളരാൻ നല്ല കായ്ഫലം കിട്ടുന്ന തെങ്ങുകളൊക്കെ ഉണ്ട്. കൃഷി തന്നെയാണ് ഇവിടെ ആളുകളുടെ പ്രധാന ജോലി. മുമ്പ് കാലത്ത് ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇടത്തരം ഭൂവുടമകളായിരുന്നു. പിന്നീട് ആ ഇടത്തരം ഭൂവുടമകൾക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ജോലി ചെയ്തിരുന്ന താഴ്ന്ന കൂലി വേലക്കാരായ പണിക്കാർ, അവർ ധാരാളം ഉണ്ടായിരുന്നു. അവരാണ് എണ്ണത്തിൽ കൂടുതൽ. ഈ സ്ഥലം വളരെ വിശാലമാണ്. പഴയകാലത്ത് ഇതിൻ്റെ പേര് നെടിയനാട് എന്നാണ്. നെടിയനാട് എന്ന് പറഞ്ഞാൽ വലിയ നാടാണ്. അപ്പോൾ ഒരു വലിയ ഭൂപ്രദേശത്തിനാണ് ഈ പേര് വന്നിരിക്കുന്നത്, നെടിയനാട്. അതിൽ ഒരു പ്രധാന ശേഷൻ നരിക്കുനിയാണ്. നരിക്കുനിക്ക് ആ പേര് വരാനുണ്ടായ കാരണം മുമ്പ് ഒരു സാഹിത്യകാരനായ, കലാകാരനായ, സാമൂഹ്യ പ്രവർത്തകനായ ഒരു മാഷുണ്ടായിരുന്നു, KCK നെടിയനാട്.
അദ്ദേഹം പറഞ്ഞൊരു കഥ, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പള്ളിയാറയ്ക്കൽ എന്ന് പറയും. പള്ളിയാറയ്ക്കൽ ഒരു ഭഗവതി ക്ഷേത്രമാണ്. ഈ ഭഗവതി ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഇന്നിപ്പോൾ എല്ലാ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്ന സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിൽ മുമ്പ് കാലത്ത് ഈ പ്രദേശത്ത് ധാരാളം നായാട്ടുകാരുണ്ടായിരുന്നു. അത് ശരിയാവാൻ വഴിയുണ്ട്. ഇതിനടുത്ത് വരുന്ന താമരശ്ശേരി, കോടഞ്ചേരി, മൈക്കാവ് ഈ പ്രദേശങ്ങളൊക്കെ കാടും വന്യമൃഗങ്ങളും ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് നായാട്ടിനായിട്ട് പോവും ഇവിടെയുള്ള കുറച്ച് പേര്. അപ്പം നായാട്ട് കഴിഞ്ഞ് അവർ മൃഗങ്ങളെയൊക്കെ പിടിച്ചു വരുമ്പോൾ നരിയെ കണ്ടാൽ വെടിവെക്കും ബോധപൂർവം. അതെന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഒരു ശൗര്യം കാണിക്കാൻ വേണ്ടി. അതിനെ പുറത്തിട്ട് വലിച്ച് നാട്ടിൽ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ നായാട്ടിന് പോയി കഴിഞ്ഞാൽ അവരെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പള്ളിയാറയ്ക്കൽ. അങ്ങനെ നരിയെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നരിക്കുനി എന്നുള്ള പേര് ഉണ്ടായി. നരിക്കുനി എന്ന പേര് വരാനുള്ള കാരണം ഒന്നതാണ്. ഇവിടെ അടുത്ത സ്ഥലങ്ങളുമൊക്കെ അതുപോലെ ഞെട്ടിപ്പിക്കുന്ന പേരുകളാണ്. ഞങ്ങളെ നാട് പോലെ നരിക്കുനി പുറത്തേക്ക് കേൾക്കുമ്പോൾ നരിയുമായിട്ട് എന്തൊരു ബന്ധമുണ്ട്. ഇതിനടുത്ത സ്ഥലത്തിന് ഉള്ള പേര് കേട്ടാലും ഞെട്ടും. മൂർക്കംകുണ്ട് എന്നാണ്. മൂർക്കംകുണ്ട് നരിക്കുനിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ. അതിനടുത്തൊരു സ്ഥലമുണ്ട് പന്നിക്കോട്ടൂർ. അപ്പോൾ പേര് കേട്ടി നെറ്റിവിറയ്ക്കുന്ന കുറേ സ്ഥലങ്ങളാണ് ഞങ്ങളെ ഗ്രാമത്തിലുള്ളത്, ഗ്രാമപ്രദേശത്തിലുള്ളത്. നരിക്കുനി, മൂർക്കംകുണ്ട്, പന്നിക്കോട്ടൂർ. ഇപ്പോൾ ആധുനിക കാലത്ത് ഈ ഭഗവതി ക്ഷേത്രങ്ങളൊക്കെ പഴയ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ അടിയാളറായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നല്ല നടത്തിപ്പായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഏതാണ്ട് ഒരു കൊടുങ്ങല്ലൂർ രീതിയിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. കോഴിവെട്ടും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അവിടെ നടന്നിരുന്നതായിട്ട് ഓർമ്മയുണ്ട്. വെളിച്ചപ്പാടുകൾ അത് ഈ നാടിൻ്റെ ഒരു പ്രധാന സംസ്കാര പ്രവൃത്തി കൂടിയായിരുന്നു. കാരണം അവിടെ നിന്ന് വെളിച്ചപ്പാടുകൾ വീടുകൾ തോറും തണ്ടി അതിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള വകകൾ ശേഖരിച്ചു കൊണ്ടുപോയി അമ്പലത്തിൽ ആ ഭഗവതിക്ക് സമർപ്പിക്കുന്നത് ഒരു വഴിപാടാണ്. ഇപ്പോഴും ആ തരത്തിലുള്ള ഭക്തജനങ്ങളിൽ മുടികളി പോലുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് നടത്തുന്നുണ്ട്. ആ മുടികളി ദൈവപ്രീതിക്ക് വേണ്ടി ഭക്തരായ ജനങ്ങൾ, വലിയ സ്ത്രീകൾ മുടിയഴിച്ചിട്ടാടുന്ന ഒരു രീതിയാണ് മുടികളി. അത് ആ തരത്തിലുള്ള സാംസ്കാരികമായ ഒരു അർത്ഥം ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ നരിക്കുനി എന്ന് പറയുന്നത് വികസിച്ചു. നരിക്കുനി വളരെ കാലം അവികസിതമായിരുന്നു. യാതൊരു വികാസവും ഇല്ലാതെ അനവധി കാലം നിന്നിരുന്നു. അതിൻ്റെ നരിക്കുനിയുടെ വികസനം എന്ന് പറയുന്നത് ബ്ലോക്കായി പോയ നിന്നുപോയൊരു സമയമുണ്ടായിരുന്നു. അതിന് കാരണം ഈ നരിക്കുനി ടൗണിൽ നിന്ന്, നരിക്കുനി അങ്ങാടിയിൽ നിന്ന് ഇതിൻ്റെ സമീപ പ്രദേശത്തിലേക്ക് റോഡുകൾ പോകുന്ന വഴിയിലേക്ക് ഒരു 5 കിലോമീറ്റർ എവിടേക്കെങ്കിലും യാത്ര ചെയ്താലേ റോഡിലേക്ക് എത്തുമായിരുന്നുള്ളൂ. അതായത് കാക്കൂര്, കൊടുവള്ളി, താമരശ്ശേരി, നന്മണ്ട ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു 5 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് കുമാരസ്വാമി രാജയെ റോഡ് തുറന്ന് ആ വഴിക്ക് ഒരു യാത്രാ സൗകര്യം റോഡുകൾ വന്നതോടുകൂടി
വളരെ വളരെ എളുപ്പമായി വാഹനങ്ങൾക്ക് കോഴിക്കോടുമായിട്ടുള്ള അടുപ്പം വളരെ അടുത്തായി. ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ. അരമണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്താവുന്ന. പക്ഷേ ഈ ഒരു കഴിവ് ഏതാണ്ട് അനവധി കാലം ബ്ലോക്കായി കിടന്നിരുന്നു. പിന്നീട് സാംസ്കാരികമായിട്ട് ഇവിടെ ഒഴുത്തന്നൂർ ക്ഷേത്രമുണ്ട്. പിന്നെ പല ക്ഷേത്രങ്ങൾ ഉണ്ട്. കൂടാതെ ആപ്പാട്ടിൽ എന്ന് പറയുന്ന ഒരു പള്ളി, പ്രത്യേകമായിട്ട് ഉള്ളൊരു പള്ളി ഭാഗത്തുണ്ടായിരുന്നു. അവിടെ വളരെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ധാരാളം ആളുകൾ, എല്ലാ മതവിശ്വാസികളും വന്ന് അവിടെ ആരാധന നടത്തുന്നൊരു സ്ഥലമാണ് ആപ്പാട്ടിൽ. കൊല്ലംതോറും അതിൻ്റെ ഒരു ഉത്സവം ഉണ്ടാവാറുണ്ട് അവിടെ. അങ്ങനെ സാംസ്കാരികമായിട്ട് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നീട് നരിക്കുനിയെ ബ്ലോക്കായി നിന്നു. ഈ ബ്ലോക്ക് കഴിഞ്ഞ് ഈ റോഡ് വന്നത് പോലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും നരിക്കുനിയിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ വർഷങ്ങളായേ ഉള്ളൂ. ആദ്യമായി ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ജനങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി സ്ഥാപിച്ചതോടുകൂടി സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. പിന്നീട് സാംസ്കാരിക കേന്ദ്രം ആയിട്ടുള്ളത് ദേശീയ വായനശാല നരിക്കുനി. വളരെ പ്രാചീനമായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ബ്ലോക്കായി കിടന്നിരുന്ന കാലത്ത് ഈ ഗ്രാമത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം ദേശീയ വായനശാല നരിക്കുനിയായി. അവിടെ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, നാടകങ്ങൾ, ഇതൊക്കെ ജനങ്ങളെ എന്തെന്നില്ലാതെ ആകർഷിച്ചിരുന്നു. ഒരു റേഡിയോ പോലും ആദ്യമായി വാങ്ങിയത് ദേശീയ വായനശാല നരിക്കുനിയാണ്. ഒരു അത്ഭുത വസ്തു പോലെ നാട്ടിലുള്ള ഗ്രാമീണർ മുഴുവൻ ആ റേഡിയോൻ്റെ ഹോണിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്, അന്ന് കണ്ടിട്ടുണ്ട്. അതെല്ലാം മാറി. ഒരു കാളവണ്ടിയും വായനശാലയും അതുമാത്രം ഒക്കെ ഉള്ള ഒരു സംസ്കാരം മാറി. ഒന്നാമത് അവിടെ ആസ്പത്രി വന്നതോടുകൂടി വലിയൊരു വികാസം ഉണ്ടായി. ബസ് സർവീസ് വന്നപ്പോൾ അതിലും ഉണ്ടായി. ബസ് സർവീസ് വന്നപ്പോൾ ഉണ്ടായിരുന്ന മാറ്റം ഒരു ബസ്സോ 2 ബസ്സോ ഒന്നും അല്ല വന്നത്. എല്ലാ RTO മീറ്റിങ്ങിലും പുതിയ പുതിയ വണ്ടി അവതരിപ്പിച്ചിട്ട് അന്നത്തെ കലക്ടർ ചോദിക്കേണ്ടായി, നരിക്കുനി സിറ്റി ഈസ് എ ടൗൺ. അങ്ങനെ അത്രയധികം ബസ്സുകൾ അനുവദിക്കേണ്ടി വന്നു. യാത്രക്കാരത്രയായിരുന്നു. അപ്പോൾ സമീപ പ്രദേശങ്ങളിലായ കാക്കൂര്, നന്മണ്ട, എരവന്നൂർ, നരിക്കുനി, അങ്ങനെ പെട്ടെന്ന് വികാസമാണ് ഉണ്ടായത് നരിക്കുനിയെ സംബന്ധിച്ച്. ഇപ്പോൾ ഏതാണ്ട് കണക്കുകൾ ശരിയാണെങ്കിൽ ഒരു 150-ൽ മേലെ ബസ്സുകൾ ഡെയിലി വന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് നരിക്കുനി. പക്ഷേ ഒരു KSRTC ബസ് പോലും ഇവിടെ വരുന്നില്ല. KSRTC അവഗണിച്ച ഒരു സ്ഥലമാണ്. KSRTC റൂട്ട് കിട്ടിയാൽ വയനാട്ടിലേക്കൊക്കെ ഉള്ള എളുപ്പമായ വഴിയാണിത്. ബസ്സുകളെല്ലാം കൊടുവള്ളി വഴി വയനാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് വന്നൊരു വലിയ മാറ്റം ഒരു ഹൈസ്കൂൾ അനുവദിച്ച് കിട്ടിയതാണ്, നരിക്കുനി ഹൈസ്കൂൾ.
ഈ നരിക്കുനി ഹൈസ്കൂൾ വരുന്നതിന് മുമ്പേ പഴയ വിദ്യാർത്ഥികളായ ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം നന്മണ്ട ഹൈസ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഇവിടുന്ന് 5 നാഴികയോളം അകലാണ്. 5 നാഴിക അകലെ പോയിട്ട് 5 നാഴിക തിരിച്ചും വന്നിട്ടാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനൊരു മാറ്റമായി നരിക്കുനി ഹൈസ്കൂൾ വന്നപ്പോൾ. പിന്നീട് ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസാണ് അക്കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു സബ് പോസ്റ്റ് ഓഫീസായിട്ട് പോസ്റ്റ് ഓഫീസ് ഉയർന്നു. മാത്രമല്ല ഫയർ സ്റ്റേഷൻ വന്നു. പോലീസിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. കൊടുവള്ളി സ്റ്റേഷൻ്റെ കീഴിലാണ്. ഇപ്പോൾ ആധുനിക കാലത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങളെല്ലാം നരിക്കുനിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി എന്ന് പറഞ്ഞുകൂടാ. ഇല്ലാത്തവയുണ്ട്. ഒരു കല്യാണ മണ്ഡപം, ഒരു സിനിമാ ഹാള് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അവിടെ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു ഹാള് ഇല്ല. പിന്നെ മെഡിക്കൽ ഷോപ്പുകൾ, അത് ഇതൊക്കെ വേണ്ടത്ര ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണ്, അധികം ആളുകളും ഇപ്പോൾ ആശ്രയിക്കാതിരിക്കുന്നതിനൊരു കാരണം, ഒരു അരമണിക്കൂറിന് കോഴിക്കോട് ടൗണിൽ പോയാൽ കാര്യങ്ങൾ നടത്തി വേഗം തിരിച്ചു പോരാം. അപ്പോൾ നരിക്കുനിയെ മാത്രം ആശ്രയിക്കേണ്ട ഇടത്തരം സാധനങ്ങളും ആവശ്യമുള്ളവർ നരിക്കുനിയെ ആശ്രയിക്കാൻ. വലിയ സൂപ്പർ മാർക്കറ്റ് പോലുള്ളവയൊന്നും വന്നിട്ടില്ല. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പക്ഷേ അവയൊന്നും എല്ലാ മോഡേൺ തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകളൊന്നും ആയിട്ടില്ല. പർച്ചേസിങ് കപ്പാസിറ്റി അത്ര കൂടുതലില്ലാത്തതുകൊണ്ടായിരിക്കണം. പിന്നെ ഒരു പ്രത്യേകത, ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട്, നരിക്കുനി ഒരു ജംഗ്ഷൻ, ബസ് സ്റ്റോപ്പ് ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടും അവിടുന്ന് ഗ്രാമങ്ങളിലേക്ക് മുഴുവനായിട്ട് മലയോര പ്രദേശങ്ങളിലേക്ക് നരങ്ങാത്തോട്, കോടഞ്ചേരി, അടിവാരം, ആ ഭാഗങ്ങളിലേക്കൊക്കെ ബസ്സുകൾ പോകുന്നുണ്ട്. പിന്നീട് ഏറ്റവും വലിയൊരു നേട്ടം ഇവിടെ ഈ ഭാഗത്തിനുള്ളത് കക്കയം, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കക്കയം. അതേപോലെ വയലട, ഇതൊക്കെ ഇവിടുന്ന് ഒരു 20 രൂപ ബസ് ഫെയറിൽ പോകാവുന്ന സ്ഥലങ്ങളാണ്. ധാരാളം ബസ്സുകളും പോകുന്നു. പിന്നെ കൂടുതലും കച്ചവടക്കാർ നരിക്കുനിയിലൊക്കെ ഉള്ളവ ഒരു മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളും മുസ്ലിംസും സഹകരിച്ചാണ് കച്ചവടങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാതരം ഏർപ്പാടുകളിലും ഒരു സഹകരണം, മതസൗഹാർദ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ. ആർക്കും അന്യോന്യം മതപരമായ ഒരു വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, അതിൻ്റെ സ്പർദ്ധ പോലും തീരെ അനുഭവിക്കാതെ വളരെ യോജിച്ചു പോകുന്നു ഒരു ഭാഗമാണിത്. പിന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ളതുപോലെ പ്രവാസികൾ വന്നിട്ട് ഒരുപാട് അവരുടേതായ മുതൽ മുടക്കുകളൊന്നും നടത്തിയിട്ടില്ല. അല്പസ്വല്പമൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അതും ഈ നാടിൻ്റെ പുരോഗതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രഗത്ഭമായ ഒരു ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി ഇല്ല, ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. എല്ലാം കൂടി ഒരു പട്ടണത്തിൽ താമസിക്കുന്ന ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാമീണ ജീവിതം
ഇതുപോലുള്ള സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് മെച്ചമാണ്. ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് കാർഷിക വിഭവങ്ങൾ ഇവിടെ കിട്ടും. ചുരുങ്ങിയ വിലയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അങ്ങാടിയിൽ വിൽക്കുന്നത് കൊണ്ട് ആ സാധനം വാങ്ങാം. മുമ്പ് കാലത്ത് നമുക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കടയിൽ ചെന്ന് ഉപ്പും മുളകും അല്ലാതെ വേറെ ഒന്നും കടയിൽ നിന്ന് വാങ്ങാത്ത മത്സ്യമോ എന്തെങ്കിലും അല്ലാതെ വാങ്ങാത്ത ജീവിച്ചു പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇപ്പോഴും നിലവിലുണ്ട്, ഇവിടെ നരിക്കുനിയിലുണ്ട്. മുമ്പ് കാലത്തുള്ള ഭക്ഷണം അതേ ഭക്ഷണ രീതിയൊക്കെ തന്നെ തുടരുന്നവർ അധിക പേരുണ്ട്. കട്ടി ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു പരിച്ഛേദം നമുക്കിവിടെ കാണാം. നെൽപ്പാടം, പിന്നിൽ പുഴ, ചെറിയ തോട്, കവുങ്ങുന്തോട്ടം, തെങ്ങുകൾ, വാഴക്കൃഷി, ഇത് തന്നെ താഴെ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ വളരെ നീളത്തിൽ നീണ്ടു കിടക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.